അമ്മയും കുട്ടി അമ്മയുടെ നാടായ മണ്ണടിയിലേക്ക് ഞങ്ങൾ യാത്ര തിരിച്ചു. അത് നീ വരില്ലേ? നീ മായ വേണം. അവര് കാണുന്ന എന്റെ വീടുകളൊക്കെ. ഞാൻ മണ്ണടിക്ക് പോവാ മക്കളെ. ചാച്ചാ ചാച്ചാ ബൈ ബൈ ചാച്ചാ ബൈ ബൈ. ഗാന്ധി ഭവനിലെ സേവന പ്രവർത്തകരോട് ഒരു കൊച്ചുകുട്ടിയെ പോലെ യാത്ര പറഞ്ഞ് കാറിലേക്ക് കയറുമ്പോൾ തന്റെ നാട് കാണാൻ പോകുന്നതിന്റെ വലിയ സന്തോഷത്തിലായിരുന്നു അമ്മ. നീ സന്തോഷമേ ഉള്ളൂ. എന്റെ മോനല്ല കാലം വരെ വേണ്ടക്കളെ. വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞുപോയി. ഓർമ്മകൾക്ക് മങ്ങലേറ്റിട്ടുണ്ട്. എങ്കിലും തന്റെ നാട്ടിലേക്കുള്ള യാത്രയുടെ സന്തോഷം ആ അമ്മയ്ക്ക് വഴികാട്ടിയായി. വഴിയിൽ കണ്ട പ്രായമുള്ളവരോടൊക്കെ അമ്മ മേൽവിലാസം തിരക്കി. ചെറിയ ഓർമ്മകളിൽ ബാക്കിയുള്ള ചില പഴയ ആളുകളുടെ പേര് പറഞ്ഞായിരുന്നു ആ അന്വേഷണം. ആ കണ്ട ഓരോ മുഖത്തും അമ്മ തന്റെ പഴയ കാലം തിരയുന്നുണ്ടായിരുന്നു. വിലാസം ചോദിച്ചും തിരക്കി മുന്നോട്ട് നീങ്ങിയപ്പോൾ സമയം ഒരുപാട് കടന്നുപോയി. ഗാന്ധി ഭവനിലുള്ള ഒരു അമ്മയാണ് ലക്ഷ്മിക്കുട്ടി അമ്മയാണ് പേര്. അമ്മ മണ്ണടിയാണ് വീട്. അപ്പൊ അമ്മയ്ക്ക് മണ്ണടി അമ്പലമൊക്കെ കാണുന്ന പറയുന്നത് കൊണ്ടുവന്ന ഇവിടെ അമ്മയുടെ ആങ്ങളെയും മക്കളും ഒക്കെ ഇവിടെ ഉണ്ടെന്ന് പറയുന്നത്. എങ്കിലും ആ ഇരുട്ടിലും ലക്ഷ്മിക്കുട്ടി അമ്മയുടെ മുഖം സന്തോഷം കൊണ്ട് തിളങ്ങുന്നുണ്ടായിരുന്നു. അതായിരുന്നു ഈ യാത്രയുടെ ഏറ്റവും വലിയ പ്രതിഫലം. ഗണപതി അമ്പലം അമ്മ വരുന്നായിരുന്നല്ലേ? ശാരീരിക അവസ്ഥകൾ കാരണം അമ്മയ്ക്ക് നടക്കാൻ പ്രയാസമാണ്. എങ്കിലും മണ്ണടിയിലെ ക്ഷേത്രങ്ങൾ കണ്ടപ്പോൾ ആ മനസ്സും തന്റെ നാട് കണ്ട സന്തോഷത്തിൽ അമ്മ തിരികെ ഗാന്ധി ഭവനിലേക്ക് മടങ്ങുമ്പോൾ ഒരു മകന്റെ കടമ നിറവേറ്റിയ സന്തോഷത്തിലാണ് ഞാനും. 10 വർഷമായുള്ള ആഗ്രഹം സഫലമായതിന്റെ സന്തോഷമായിരുന്നു തിരികെ എത്തുമ്പോൾ അമ്മയുടെ മുഖത്ത്. ആരുമില്ലാത്തവർക്ക് താങ്ങാവുക എന്നതാണ് ഗാന്ധി ഭവന്റെ കടമ. കൂടെ ആരുമില്ലെന്ന് ഇനി പറയരുതല്ലേ. ഗാന്ധി ഭവൻ കുടുംബം എന്നും അമ്മയ്ക്കൊപ്പമാണ്. അപ്പോൾ ഗൈസ്, മറ്റൊരു വ്യക്തിക്ക് കൊടുക്കാൻ പറ്റുന്ന ഇത്തരം ചെറിയ ചെറിയ സന്തോഷങ്ങളുടെ അവസരങ്ങൾ നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാതിരിക്കുക. കാരണം ഒരു വ്യക്തിയുടെ സന്തോഷത്തിന് കാരണക്കാരൻ നമ്മളാണ് എന്ന് തിരിച്ചറിയുമ്പോഴുണ്ടാകുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അതൊരു വല്ലാത്ത ഫീൽ തന്നെ അല്ലേ?